നമസ്കാരം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വിവിധ വിഷയങ്ങളിൽ പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികളെ തേടുകയാണ്. 90 ഒഴിവുകൾ നികത്താനാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത്. ഓരോ തസ്തികയിലേക്കും വിദ്യാഭ്യാസ യോഗ്യത ഓരോ വിഷയത്തിനും വ്യത്യസ്തമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ മേഖലയിൽ പ്രസക്തമായ വർഷങ്ങളുടെ അനുഭവ പരിചയം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. 3 വർഷത്തേക്കായിരിക്കും നിയമനം നടക്കുക. സെപ്റ്റംബർ 21 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. അപേക്ഷ ഫീസായി 600 രൂപ അടയ്ക്കേണ്ടതുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷനുകൾ, അതായത് ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, UPI വാലറ്റുകൾ എന്നിവ ഉപയോഗിച്ച് പണമടയ്ക്കാൻ സാധിക്കുന്നതാണ്. SC, ST, PWBD വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപേക്ഷകരുടെ പ്രായപരിധി 30 വയസ്സിൽ കൂടാൻ പാടില്ല. മെക്കാനിക്കലിൽ 29, ഇലക്ട്രിക്കലിൽ 15, ഇലക്ട്രോണിക്സിൽ 3, ഇൻസ്ട്രുമെൻറ്റേഷനിൽ 4, സിവിലിൽ 13, വിവരസാങ്കേതിക വിദ്യയിൽ 1, ഓഫീസിൽ 23, ധനകാര്യം 2 എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ വർഷത്തിൽ പ്രതിമാസ ശമ്പളമായി 24,400 രൂപയാണ് ലഭിക്കുന്നത്. രണ്ടാം വർഷത്തിൽ 25,100 രൂപയും മൂന്നാം വർഷത്തിൽ 25,900 രൂപയുമാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. ആദ്യ വർഷത്തിൽ ഒരു മാസം 25 മണിക്കൂർ ഓവർ ടൈം ഡ്യൂട്ടി എടുത്താൽ 6,100 രൂപ അധികമായി ലഭിക്കുന്നതാണ്. രണ്ടാം വർഷം ഇത് ആവർത്തിച്ചാൽ 6,280 രൂപയും, അതുപോലെ തന്നെ മൂന്നാം വർഷം ഇത് ആവർത്തിക്കുകയാണെങ്കിൽ 6,480 രൂപയുമായിരിക്കും കിട്ടുന്നത്. മാനേജ്മെൻറ്റ് നടത്തുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അർഹരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച ഓൺലൈനായി തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം പ്രസക്തമായ എല്ലാ രേഖകളും അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇനി തസ്തിക തിരിച്ച വിദ്യാഭ്യാസ യോഗ്യത പറയുകയാണെങ്കിൽ മെക്കാനിക്കലിൽ വരുന്നത് അപേക്ഷകർക്ക് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് കുറഞ്ഞത് 60% മാർക്കോടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപേക്ഷകർക്ക് SAP അല്ലെങ്കിൽ MS പ്രോജക്റ്റ്, MS ഓഫീസ് തുടങ്ങിയ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഷിപ്പ്യാർഡ്, എഞ്ചിനീയറിംഗ് കമ്പനി, സർക്കാർ, അർദ്ധ സർക്കാർ കമ്പനി, സ്ഥാപനം എന്നിവിടങ്ങളിൽ കുറഞ്ഞത് 2 വർഷത്തെ യോഗ്യതാനന്തര പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ്. അതിന് മുൻഗണന ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ഇലക്ട്രിക്കൽ തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ അപേക്ഷകർക്ക് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നീഷ്യൻ എഡ്യൂക്കേഷനിൽ നിന്ന് കുറഞ്ഞത് 60% മാർക്കോടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. SAP, MS പ്രോജക്റ്റ്, MS ഓഫീസ് തുടങ്ങിയ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ഷിപ്പ്യാർഡ്, എഞ്ചിനീയറിംഗ് കമ്പനി, സർക്കാർ, അർദ്ധ സർക്കാർ കമ്പനി, സ്ഥാപനം എന്നിവിടങ്ങളിൽ കുറഞ്ഞത് 2 വർഷത്തെ യോഗ്യതാനന്തര പരിചയം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇനി ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ അപേക്ഷകർക്ക് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് കുറഞ്ഞത് 60% മാർക്ക് ഇവിടെയും വേണം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. SAP, MS പ്രോജക്റ്റ്, MS ഓഫീസ് തുടങ്ങിയ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ ഇവിടെയും പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ഷിപ്പ്യാർഡ്, എഞ്ചിനീയറിംഗ് കമ്പനി, വാണിജ്യ സ്ഥാപനം, നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ കമ്പനി, സർക്കാർ, അർദ്ധ സർക്കാർ കമ്പനി അല്ലെങ്കിൽ സ്ഥാപനം എന്നിവിടങ്ങളിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അവിടെയും മുൻഗണന ലഭിക്കുന്നതാണ്. ഇനി ഇൻസ്ട്രുമെൻറ്റേഷൻ തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് നോക്കുന്നത്. അപേക്ഷകർക്ക് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് കുറഞ്ഞത് 60% മാർക്ക് ഇവിടെയും വേണം. ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. SAP, MS പ്രോജക്റ്റ്, MS ഓഫീസ് തുടങ്ങിയ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഷിപ്പ്യാർഡ്, എഞ്ചിനീയറിംഗ് കമ്പനി, സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനം എന്നിവിടങ്ങളിൽ കുറഞ്ഞത് 2 വർഷത്തെ യോഗ്യതാനന്തര പരിചയം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ശേഷിക്കുന്ന തസ്തികകളിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് കൂടുതൽ അറിയാൻ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിക്കാൻ സാധിക്കുന്നതാണ്.